ഭർത്താവിന് അവിഹിതം. രാത്രി വയറിളക്കാൻ മരുന്ന് കൊടുത്ത് പിൻഭാഗം ഗോറില്ല ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് ഭാര്യയുടെ പ്രതികാരം. എന്താലേ എന്തൊക്കെയല്ലേ നമ്മൾ കേൾക്കണത്. ആദ്യകാലങ്ങളിലൊക്കെ ഭാര്യയായാലും ഭർത്താവായാലും ചതിക്കപ്പെട്ടാൽ ഒന്നെങ്കിൽ കരഞ്ഞു വിളിച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താക്കി അങ്ങനെ നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പ്രതികരിക്കും. പ്രതികാരം. അത് എന്തും ചെയ്യും. എന്ത്ന്നൊന്നുമില്ല. എന്തും ചെയ്യും. മനസ്സിലെന്താണോ തോന്നുന്നത് പ്രതികാരം വന്നാല് അങ്ങ് ചെയ്യന്നെ. എന്താലേ കഥ. ദയവ് ചെയ്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാനൊന്നും പോവണ്ട. ഇങ്ങനൊക്കെ ആയിരിക്കും അവസ്ഥ. എനിക്ക് കിട്ടാത്തതൊന്നും മറ്റുള്ളോൽക്കും കിട്ടണ്ട. അനുഭവിക്കണം. അനുഭവിച്ച് നരകിച്ച് ചാവണം. അതല്ലേ കൊല്ലണം. അതല്ലെങ്കില് നശിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഇന്നത്തെ കാലത്ത് വരുന്നത് ട്ടോ. ആരും അടങ്ങി നിൽക്കേ അതല്ലേ കരഞ്ഞ് സാധാരണ സ്ത്രീകൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ അവർ കാല് പിടിക്കും, കരയും, പിന്നെ കുട്ടികളൊക്കെ ഓർത്തിട്ട് കുറേയൊക്കെ സഹിക്കും. സഹിച്ച് സഹിച്ച് അങ്ങേ തലയാവും. അവരെ ശബ്ദം വരെ നഷ്ടപ്പെടും. അവരൊരു മൂലയിൽ ഇങ്ങനെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് ജീവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. അങ്ങനൊന്നും ജീവിക്കാൻ ആരെയും കിട്ടില്ല. ഇനി കുട്ടികളെ പോലും ഓർക്കില്ല. തൻ്റെ ജീവിതം നശിച്ചു. അതുകൊണ്ട് മറ്റുള്ള ഓപ്പോസിറ്റ് ഉള്ള ആളെയും ജീവിതം തീർന്നാലും നശിക്കണം. അല്ല അവരില്ലാതാവണം. അതല്ല നമ്മളില്ലാതാവണം. അങ്ങനെയുള്ളൊരു ചിന്താഗതി വന്നില്ലേ. എന്തോ. ഇതൊക്കെ ഇല്ലാതാക്കാൻ ഒരു പക്ഷേ ഇപ്പം ഭാര്യ ഭർത്താവാണെന്നുണ്ടെങ്കിൽ പ്രണയിക്കുന്നവരാണെങ്കിൽ 2 സിറ്റുവേഷനിൽ വരുന്നോല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വരച്ചേർച്ചകളൊക്കെ എന്ത് പറഞ്ഞാലും ഉണ്ടാവും. പക്ഷേ ഇവര് പ്രണയിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ അതായത് കല്യാണം കഴിക്കുന്നതിൻ്റെ മുൻപേ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് വരുന്ന തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തുന്നേരം വിവാഹം കഴിക്കുക. അതല്ലെങ്കിൽ പ്രണയിക്കുക. അല്ലാതെ ഇപ്പള് ചെറിയ പ്രശ്നങ്ങൾ മതി. നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മതി. ഒന്നെങ്കിൽ 2 പേരും പിരിയുക, അതല്ലെങ്കിൽ 2 പേരും എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടണം. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സ്നേഹിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്.